പ്രതികാര നടപടി എന്നുള്ള, അതായത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങേക്കെതിരെ ഒരു പ്രതികാര മനോഭാവം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഇല്ല, അങ്ങനെ പ്രതികാര നടപടിയൊന്നുമില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. ഇന്നലെ ഞാൻ 2-3 ദിവസമായിട്ട് എല്ലാ മേലധികാരികൾ പിന്നെ അധികാരത്തിലുള്ളവരെല്ലാവരും എന്നെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും എല്ലാം വാങ്ങിത്തരാം, എത്രയും പെട്ടെന്ന് ചെയ്തു തരാം, ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും വിളിച്ചേക്കും ഇത്ര ഫണ്ട്, എത്ര രൂപ ആലോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. ഈ സിസ്റ്റം തകരാറിലാണെന്ന് പ്രശ്നം പറഞ്ഞത് സഹിക്കാൻ പറ്റാത്തതാണ് ഇവരുടെ പ്രശ്നം. അതെ, ഞാനത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കാം അവരെ വിഷമിപ്പിച്ചത്. അതല്ലാതെ പരിഹരിക്കുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവും. എന്നാലും ഇപ്പം മാധ്യമങ്ങളൊക്കെ തെളിവുകൾ പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് ഈ സമയത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങ് തന്നെ മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട്, അങ്ങ് തന്നെ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ തെളിവുകളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ, CCTV ഉണ്ട്, അല്ലെങ്കിൽ ബില്ലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളം മുഴുവൻ ഒരു പുകമറയിൽ ആയി പോവില്ലായിരുന്നോ അങ്ങ്? അതാകും. ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. വലിയൊരു ശക്തി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അത് നമുക്ക് ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത് നമുക്ക് നമ്മുടെ സൈഡിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറേ പേര് കുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഏതാ മാഡം ഒന്ന് എന്നെ വളരെ നല്ല സമാധാനിപ്പിച്ച്, മാഡം ഒന്നും പേടിക്കണ്ട, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും എല്ലാം സംസാരിച്ചു, മക്കളുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. മാഡം ഞങ്ങൾ സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ സന്തോഷമായി പിരിഞ്ഞതിന് ശേഷം ഉന്നതങ്ങളിലൊന്നും അറിയാതെയാണോ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്? അങ്ങനെ കരുതുന്നുണ്ടോ? അതറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് വാർത്താ സമ്മേളനമൊക്കെ നടന്നതിന് ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത്. ഉണ്ട്, ഞാൻ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ശനി ഞായർ എല്ലാം ഹോസ്പിറ്റലുണ്ട്, ശനിയാഴ്ച ഞായറാഴ്ച ഹോസ്പിറ്റലുണ്ട്. ഫുൾ ടൈം ഉണ്ടായിരുന്നു, രാവിലെ മുതൽ 8, ശനിയാഴ്ച രാവിലെ ഞാൻ പോയിരുന്നതാണ്. ഇത് വാർത്താ സമ്മേളനം എന്നാണെന്ന് ഓർക്കുന്നില്ല. ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവരെന്നാണ് അങ്ങയുടെ തന്നെ സഹപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്. ഞാനത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. എന്നാലും അത് ഞാൻ അങ്ങനെ ആകേണ്ടതാണ്. നമ്മൾ അങ്ങനെ എത്ര സമ്മർദ്ദത്താകുമ്പോൾ നമ്മളങ്ങനെ പോകുമല്ലോ. നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാവും. അത് ഈ തകരാറും പ്രശ്നം പറഞ്ഞുകൊണ്ട് മാത്രമാണെന്നാണോ? പരസ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ അവിടെ മെഡിക്കൽ കോളേജ് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്നാണോ കരുതുന്നത്? അങ്ങനെയാണല്ലോ, തുടക്കം അവിടെ ആണല്ലോ. അവിടെ നിന്നാണ് എല്ലാം വരുന്ന പ്രശ്നങ്ങൾ. ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിരാശയും സങ്കടവും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സ്വന്തം സഹപ്രവർത്തകനെ ഒറ്റുകൊടുക്കാനും മരണത്തിലേക്ക് വരെ തള്ളിവിടാനും തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പലും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനവും അതിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അത് അദ്ദേഹത്തെ എത്രത്തോളം മാനസികമായി തളർത്തി എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. നമുക്കറിയാം, അദ്ദേഹം മാനസികമായി ഒട്ടും നല്ല നിലയിലായിരുന്നില്ല. അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി എടുത്തിരിക്കുന്ന സമയത്താണ് ഇത്തരം അദ്ദേഹത്തെ കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം KGMCT ഗ്രൂപ്പിൽ പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങളോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയായിരുന്നു. വിവരങ്ങൾ തേടാം. ഷിജോ കുര്യൻ തിരുവനന്തപുരം തത്സമയം ചേരുകയാണ്. ഷിജോ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം ആരെങ്കിലും ആക്രമിക്കാനോ ഒന്നുമല്ല തുനിയുന്നത്. അദ്ദേഹത്തിന്റെ നിരാശ, അദ്ദേഹത്തിന്റെ സങ്കടം, ഒരു സഹപ്രവർത്തകൻ ഒരു വലിയ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കൊടുക്കാൻ കൂടി ശ്രമിച്ചു, മരണത്തിലേക്ക് വരെ തള്ളിവിടാൻ ശ്രമിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ സങ്കടകരമായ ആരോപണങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്, അല്ലേ?
ജിൽസി, ജൂൺ 28 മുതൽ ഓഗസ്റ്റ് 10 കഴിയുന്നവരെയുള്ള ഈ ദിവസങ്ങളിലെ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ ഒരു ടൈം ലൈൻ, അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അദ്ദേഹം തുടക്കം മുതൽ ഇന്നും ഈ നിമിഷം വരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്യൂറോക്രസിക്കെതിരെയാണ്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, താൻ സർക്കാരിനെതിരെയോ മന്ത്രിക്കെതിരെയോ ആയിട്ട് താൻ അങ്ങനെ കടന്നാക്രമിച്ചൊന്നും പറയുന്നില്ല, സർക്കാരിനെതിരായിട്ടൊന്നുമല്ല താൻ പറയുന്നത്, പക്ഷേ ബ്യൂറോക്രസിക്കെതിരെയാണ്. അപ്പോൾ അത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന ചില വാചകങ്ങളാണ് അദ്ദേഹം ഡോക്ടർമാരുടെ ഔദ്യോഗിക വാട്സപ്പ് കൂട്ടായ്മയായിട്ടുള്ള KGMCTയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുകയും ചെയ്തത് അതുതന്നെയാണ്. അതായത് ചിലർ വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തന്നെ മരണത്തിലേക്ക് വരെ തള്ളിവിടാൻ വേണ്ടി ചിലർ ശ്രമിച്ചു എന്നുള്ള അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു സങ്കടത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, താൻ കൃത്യമായിട്ട് വസ്തുതയുള്ള സാധാരണക്കാരൻ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നത്തെ താൻ തുറന്നു പറയുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടേണ്ടതിന് പകരം തന്നെ ക്രൂശിക്കാൻ വേണ്ടിയാണ് ചിലർ ശ്രമിച്ചത്. അത് ആരൊക്കെയാണ് എന്ന് അദ്ദേഹം നേരിട്ട് പറയുന്നില്ല എങ്കിൽ പോലും അതിന് ശ്രമിച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ട് കൂടി അവർ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ട്. ഏതാണ്ട് 10-28 കൊല്ലമായിട്ട് താൻ ഈ ഡോക്ടർ പ്രവൃത്തി ചെയ്തു വരികയാണ്. അപ്പോഴൊക്കെ തനിക്കൊപ്പം സഹപ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്ന ചില ആളുകളിൽ ഉള്ള ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയാണ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് താൻ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് വലിയ വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുസമൂഹം തനിക്കൊപ്പം നിന്നപ്പോൾ മറ്റു ചില ആളുകൾ ഇത്തരത്തിൽ തൻ്റെ ഇപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾക്കിടയിൽ തനിക്കുണ്ടായിട്ടുള്ള ഒരു മനോവിഷമം, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതിനുവേണ്ടി താൻ ചികിത്സ തേടിയ സമയത്ത് ഇത്തരം ഒരു വാർത്താ സമ്മേളനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹം ആദ്യം തന്നെ ഡോക്ടർമാരുടെ ഔദ്യോഗിക വാട്സപ്പ് കൂട്ടായ്മയായിട്ടുള്ള KGMCTയുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടുന്നു. അതിന് പിന്നാലെ അതിന് മുമ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ KGMCTയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്നു. അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ഈ വിവാദങ്ങൾക്ക് പിന്നാലെ KGMCTയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ച എന്ന് പറയുന്നത്, അതിൽ നിന്ന് DME സൂപ്രണ്ട് ഈ പറയുന്ന ഭരണതലപ്പത്തു നിന്നുള്ള ആളുകളെ ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തിരുവനന്തപുരം KGMCTയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണതലപ്പത്തുള്ളവർ നിലവിൽ ആ ഗ്രൂപ്പിൽ വേണ്ട എന്നുള്ള ചർച്ചകൾ നടന്നിരുന്നു. കാരണം ഒരു സഹപ്രവർത്തകനെ സംരക്ഷിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ഭരണതലപ്പത്തുള്ള ആളുകൾ എന്തിന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടരണം എന്നുള്ളതൊക്കെയായിരുന്നു ചോദ്യം. എന്തായാലും ആ വിഷയങ്ങളിലടക്കം ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വൈകാരികമായ ഡോക്ടറുടെ പ്രതികരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടിരുന്നത്.